നമസ്കാരം, KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. ചന്ദ്രഗിരി KSTB റോഡിൽ മണ്ണിടിഞ്ഞു, നിരവധി വീടുകൾ അപകടാവസ്ഥയിൽ. BJP കുടുംബ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് CPM. ദേലമ്പാടിയിലെ സംഭവം കുടുംബ വഴക്ക് മാത്രമാണെന്നും CPM. മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്കിലെ മുക്കുപണ്ട പണയ തട്ടിപ്പ് പ്രതി മുളിയാർ ബാങ്കിലും തട്ടിപ്പ് നടത്തി, അന്വേഷണം തുടരുന്നു. NH അൻവറിന്റെ ഓർമ്മയിൽ കണ്ണൂരിലെ കേബിൾ ഓപ്പറേറ്റർമാർ. കേബിൾ മേഖലയെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് NH അൻവർ എന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ. കരവിരുതിൽ വിസ്മയം തീർത്ത് ധനരാജ്. സ്കൂൾ ചുമരിന് അഴകിന്റെ പുതിയ മുഖം. വിശദമായ വാർത്തകളിലേക്ക്. ചെളിയങ്കോട്ട് ചന്ദ്രഗിരി KSTB റോഡിൽ മണ്ണിടിഞ്ഞു. ഇതോടെ നിരവധി വീടുകൾ അപകട അവസ്ഥയിലായിരിക്കുകയാണ്. ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷമായിരുന്നു സംഭവം. മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് ഒരു വീടിന്റെ കക്കൂസ് ഭാഗം പൂർണ്ണമായും തകരുകയും തെങ്ങ് കടപുഴകി വീഴുകയും ചെയ്തു. ഇതോടെ വീട്ടുകാരും സമീപത്തെ മറ്റു വീട്ടുകാരും ഇവിടെ താമസിക്കാൻ പോലും ഭയപ്പെടുകയാണ്. കുന്നിന്റെ മുകൾ ഭാഗത്ത് താമസിക്കുന്ന രാമകൃഷ്ണന്റെ വീടിന്റെ കക്കൂസാണ് തകർന്നത്. ഇവിടുത്തെ തെങ്ങും കടപുഴകി വീണു. ഇതുകൂടാതെ തമ്പാൻ, സുഗു എന്നിവരുടെ വീടുകളും അപകട ഭീഷണിയിലാണ്. റോഡിന്റെ മറുവശത്തെ നിരവധി വീടുകളും സമാനമായ അപകട ഭീഷണി നേരിടുന്നുണ്ട്. മഴ ശക്തമായാൽ ഈ വീടുകളെല്ലാം തകരുമെന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ ജോലിയും തൊഴിലുമില്ല. ജനങ്ങൾക്ക് മുഴുവൻ വന്നിട്ട് ഇവരോട് കുഴപ്പാക്കാൻ പറ്റുമോ? അപ്പോൾ ആ ഉദ്യോഗസ്ഥന്മാർക്ക് ആർക്ക് കൊടുത്താലും കണ്ണു തുറക്കുന്നില്ല. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? പിന്നെ ആരാണ് ഞങ്ങളിനി കാണേണ്ടത്? മന്ത്രിയും കളക്ടറും ജില്ലാ കളക്ടറും എല്ലാവരും വെച്ചിട്ട് ആർക്കും ഒരു ഇതില്ല. പിന്നെ ഞങ്ങൾ ആരെ കാണണം? ഇനിയിപ്പോൾ ഞങ്ങൾ നാട്ടുകാർ ഒന്നിച്ചുവിടുക, പിന്നെ മരണം വരെ നിരാഹാരം കിടക്കുക, ആ രൂപത്തിലേക്ക് പോകുക. വേറൊന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല. പാർശ്വഭിത്തി പൂർണ്ണമായും കെട്ടാത്തതിനാൽ ഇവിടെ മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുകയായിരുന്നു. പാർശ്വഭിത്തി കെട്ടുന്നതിനായി ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കമ്പി ഇട്ടിരുന്നു. പിന്നീട് പാർശ്വഭിത്തി കെട്ടുന്നത് ഒഴിവാക്കുകയും കമ്പികൾ ഇപ്പോഴും അനാഥമായി കിടക്കുകയുമാണ്. ബുധനാഴ്ച ഉച്ചയോടെയാണ് പാർശ്വഭിത്തി ഇടിഞ്ഞത്. പ്രസ് ക്ലബ് ജംഗ്ഷൻ മുതൽ ചന്ദ്രഗിരി പാലം വരെ റോഡിന്റെ ഇരുഭാഗത്തും കുന്നിടിച്ച് നിരപ്പാക്കി പാർശ്വഭിത്തി കെട്ടുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ പിന്നീട് കുന്നിടിച്ചെങ്കിലും പൂർണ്ണമായും പാർശ്വഭിത്തി കെട്ടാൻ കഴിഞ്ഞില്ല. ഇവിടെ നിർമ്മാണ പ്രവർത്തനം ഭാഗികമായി ഉപേക്ഷിച്ചിരിക്കുകയാണ്. മഴ കനക്കുന്നതിന് മുമ്പാണ് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. മഴ ശക്തമായാൽ സമീപത്തുകൂടി കടന്നുപോകുന്ന വാഹനങ്ങൾക്ക് പോലും മണ്ണിടിച്ചിൽ ഭീഷണിയായി മാറും. സംഭവത്തെ തുടർന്ന് കുടുംബശ്രീ പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ചളിയങ്കോട് കോട്ടൂരുവം റോഡുകൾ ഉപരോധിച്ചതിനാൽ ചന്ദ്രഗിരി വഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. കുടുംബ പ്രശ്നത്തെ രാഷ്ട്രീയ അക്രമമായി ചിത്രീകരിക്കാനാണ് BJP ശ്രമിക്കുന്നതെന്ന് CPM നേതാക്കൾ ആരോപിച്ചു. ദേലമ്പാടിയിലെ സംഭവത്തിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് BJP ശ്രമിക്കുന്നതെന്നും നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ദേലമ്പാടി പഞ്ചായത്തിലെ കക്കപ്പാടിയിൽ ബാലു നായിക്കിന്റെ വീട്ടിൽ ബാലു നായിക്കിന്റെ മകൻ തിമ്മപ്പു നായിക്കും അയാളുടെ ഭാര്യ സുലോചനയുടെ അമ്മ രത്നയും തമ്മിൽ കഴിഞ്ഞ 9-ാം തീയതി രാത്രി നിസ്സാരമായ ഒരു കുടുംബ പ്രശ്നത്തിന്റെ പേരിൽ നടന്ന വഴക്കിനെ CPM അക്രമമായി ചിത്രീകരിക്കുന്നത് ലജ്ജാകരവും അപലപനീയവുമാണെന്ന് CPM കാറടുക്ക ഏരിയ നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ജൂൺ 9 രാത്രി വീടിന്റെ അവകാശവാദത്തെ ചൊല്ലി മകനും മകന്റെ ഭാര്യയും സംസാരിക്കുന്നതിനിടെ ഉണ്ടായ വാക്തർക്കത്തെ തുടർന്നാണ് രത്നമ്മയ്ക്ക് മർദ്ദനമേറ്റത്. CPMന് നിർണായക സ്വാധീനമുള്ള ഈ പ്രദേശത്ത് കടന്നുകയറി കുഴപ്പമുണ്ടെന്ന് വരുത്തി തീർത്ത് രാഷ്ട്രീയ ലാഭം കൊയ്യാനാണ് BJP ശ്രമിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി CPM അക്രമം എന്ന വ്യാജ പ്രചരണത്തിന്റെ ഭാഗമായാണ് ഈ കുടുംബ വഴക്കിനെയും CPM അക്രമമായി ചിത്രീകരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സത്യസന്ധമായ അന്വേഷണം നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CO ഓഫീസിലേക്ക് മറിച്ചു നടത്തുകയാണ്. അങ്ങനെ ഇതിങ്ങനെ ലൈവായി നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ BJPയുടെ ഭാഗത്തുണ്ടാകുകയാണ്. അത് ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കും. അനാവശ്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഇടപെടലും നടത്താത്ത ആളുകൾക്കെതിരായിട്ട് കേസ് ചേർക്കുക, പ്രതി ചേർക്കുക, അവരെ ജയിലിലടയ്ക്കുക, ഇതെല്ലാം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അവരെ വിദ്വേഷം വളർത്താൻ വേണ്ടി ശ്രമിക്കും. ആ വിദ്വേഷം പിന്നെ സംഘട്ടനമായി മാറും. അതാണ് ഇവർ ശ്രമിക്കുന്നതെങ്കിൽ അതിന് ഈ തൽക്കാലം CPMന്റെ ഭാഗത്ത് നിന്ന് അത്തരം ഒരു പ്രകോപനങ്ങളിലും പിന്നെ കുടുങ്ങേണ്ടതില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. നിയമപരമായി ഇത്തരം കാര്യങ്ങൾ നിയമപരമായി തന്നെ നേരിടാം. ഇത്തരം വ്യാജ പ്രചരണങ്ങളെ, ഈ രീതിയിലേക്കുള്ള പ്രചരണങ്ങളെ ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞങ്ങൾ ഉദ്ദേശിച്ചത്. വാർത്താ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി CG മാത്യു, ഏരിയ കമ്മിറ്റി അംഗമായ KP കുശലൻ തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു. മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പ് പ്രതി ഹാരിസ് മുളിയാർ ബാങ്കിലും തട്ടിപ്പ് നടത്തിയതായി കണ്ടെത്തി. മുളിയാർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 1.21 ലക്ഷം രൂപയാണ് മുക്കുപണ്ടം പണയപ്പെടുത്തി തട്ടിപ്പ് നടത്തിയത്.
മുളിയാർ സഹകരണ ബാങ്കിന്റെ ബോവിക്കാനം ശാഖയിൽ 71.8 ഗ്രാം തൂക്കമുള്ള 5 വളകൾ പണയപ്പെടുത്തിയാണ് തട്ടിപ്പ് നടത്തിയത്. ബാങ്ക് അധികൃതരുടെ പരാതിയിൽ ആദൂർ പോലീസ് കേസെടുത്തു. നായന്മാർമൂല ശാഖയിൽ മുക്കുപണ്ടം പണയപ്പെടുത്തി ഹാരിസ് 1 കോടി രൂപയോളം തട്ടിയെടുത്തതായി അന്വേഷണ സംഘം കണ്ടെത്തി. ഹാരിസിന്റെ ഫോട്ടോ പത്രങ്ങളിൽ കണ്ടതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ ഇയാൾ പണയം വെച്ച സ്വർണം പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് പുറത്തുവന്നത്. ഹാരിസ് ഈ ബാങ്കിലെ സ്ഥിരം ഇടപാടുകാരനാണ്. പണയം വെച്ച ദിവസം ഈ ബാങ്കിലെ അപ്രൈസർ അവധിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ മാനേജർ പണം നൽകുകയായിരുന്നു. 2016 ജനുവരി 22-നാണ് മുളിയാർ ബാങ്കിന്റെ ബോവിക്കാനം ശാഖയിൽ വ്യാജ സ്വർണം പണയം വെച്ചത്. അന്ന് 1,21,000 രൂപയാണ് ഇയാൾ വായ്പ എടുത്തത്. കേബിൾ TV മേഖലയെ പുരോഗതിയിലെത്തിക്കുന്നതിൽ NH അൻവറിന്റെ സംഭാവന മഹത്തരമാണെന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ പറഞ്ഞു. COA കണ്ണൂരിൽ സംഘടിപ്പിച്ച NH അൻവർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേബിൾ TV മേഖലയെ പുരോഗതിയിലെത്തിക്കുന്നതിൽ NH അൻവർ നൽകിയ സംഭാവന നിസ്തുലമാണെന്ന് MV ജയരാജൻ അനുസ്മരിച്ചു. വൻകിട ചാനലുകളുമായി കിടപിടിക്കുന്ന തരത്തിലേക്ക് കേബിൾ TVയെ വളർത്തുന്നതിൽ അദ്ദേഹത്തിന്റെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഉത്തരവാദിത്തങ്ങൾ ബാക്കിയാക്കി അൻവർ യാത്രയാകുമ്പോൾ സമൂഹത്തിന് പരോപകാരിയായ മനുഷ്യസ്നേഹിയാണ് നഷ്ടമായത്. ചെറുകിട ഓപ്പറേറ്റർമാരെ നാടൻ രീതിയിലുള്ള പ്രൊഫഷനിസം അദ്ദേഹം പഠിപ്പിച്ചു. COA എന്ന സംഘടനയിൽ വിള്ളലില്ലാതെ കൊണ്ടുപോയതിൽ അൻവർ നിർവഹിച്ച പങ്ക് വലുതാണെന്നും ജയരാജൻ പറഞ്ഞു. അൻവറിന്റെ വ്യക്തിപരമായ മുൻകൈ, ധീരമായ നേതൃത്വം, അതൊക്കെ നമ്മുടെ മേഖലയെ ശക്തിപ്പെടുത്തിയിട്ട് മാത്രമേ ഉള്ളൂ. വൻകിട ചാനലുകാരുടെ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഗുണഭോക്താക്കൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്ന ഒന്നും, ഒപ്പം പ്രാദേശിക ചാനലുകൾ എന്ന നിലയിൽ സമൂഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തം നിർവഹിക്കാൻ കഴിയുന്ന മറ്റൊരു ലക്ഷ്യവും കണ്ടെത്തി. അതോടുകൂടിയാണ് ഈ പ്രാദേശിക കേബിൾ TV ഓപ്പറേറ്റർമാർ സമൂഹത്തിൽ ശ്രദ്ധാകേന്ദ്രമായി തീർന്നത്. COA സംസ്ഥാന പ്രസിഡന്റ് K വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. MV ദീപു, A പ്രജേഷ്, MP മുരളി, K സജീവൻ, M രാധാകൃഷ്ണൻ, ബിജു കാമ്പ്രത്ത്, K പ്രമോദ്, MV ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. അരനൂറ്റാണ്ടുകാലമായിട്ടും നീലീശ്വരം തൈക്കടപ്പുറം കോളനി നിവാസികൾക്ക് പട്ടയം ലഭിച്ചില്ല. ഫിഷറീസ് വകുപ്പിന്റെ അനാസ്ഥയെ തുടർന്ന് കോളനിയിലെ താമസക്കാർ ദുരിതത്തിൽ കഴിയുകയാണ്. പട്ടയത്തിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ ഒരാനുകൂല്യവും ലഭിക്കുന്നില്ലെന്നാണ് കോളനിവാസികളുടെ പരാതി. കോളനിയിലെ 10 കുടുംബങ്ങൾക്കാണ് 50 വർഷമായിട്ടും പട്ടയം ലഭിക്കാതെ കിടക്കുന്നത്. ഇവർക്കായി 5 സെന്റ് വീതം അളന്ന് തിട്ടപ്പെടുത്തിയെങ്കിലും ഭൂമി പതിച്ചു നൽകിയിട്ടില്ല. പൊളിഞ്ഞു വീഴാറായ വീടുകളാണ് കോളനിയിലുള്ളത്. 2 കുടുംബത്തിന് ഒരു ശൗചാലയം. ജില്ലയിൽ ഫിഷറീസ് വകുപ്പ് സ്ഥലം പതിച്ചു നൽകാത്ത മത്സ്യത്തൊഴിലാളികൾ പാർക്കുന്ന ഏക ഫിഷറീസ് കോളനിയും ഇതാണ്. പട്ടയം ലഭിക്കാത്തതിനാൽ സർക്കാരിന്റെ ഒരാനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നില്ല. മാറിവരുന്ന സർക്കാരുകൾക്ക് നിവേദനം നൽകാറുണ്ടെങ്കിലും പരിഹാരമൊന്നുമായില്ല. P കരുണാകരൻ MP, തൃക്കരിപ്പൂർ മുൻ MLA K കുഞ്ഞിരാമൻ തുടങ്ങിയവർ കോളനി സന്ദർശിച്ചിരുന്നു. എന്നിട്ടും പട്ടയം നൽകാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. മഴ വന്നാൽ ഞങ്ങൾക്ക് ഇരിക്കാനൊരു സ്ഥലമില്ല. ഞങ്ങളൊരു ചാപ്പ കണക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടിയിട്ടാന്നിരിക്കും. ഗവൺമെൻറ് ആകെ ഒരു പരായക ഞങ്ങൾക്കില്ല. നമുക്ക് ജീവിക്കണ്ടേ, ഇവർ കൊടുത്തതല്ലേ. അതിന് ഒരു റിപ്പയർ ആക്കുന്ന ഒരാൾ ഒരു പൈസ കൊടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഗവൺമെൻറ്? കോൺഗ്രസ് ഒന്നും ഇല്ല, ഇപ്പോൾ മാർക്സിസ്റ്റ് ഒന്നും ഇല്ല, BJP ഒന്നും ഇല്ല, പിന്നെ എന്ത് പാർട്ടി, പിന്നെ എന്തിനു വോട്ട് കൊടുക്കുന്നു? മഴക്കാലം തുടങ്ങിയതോടെ വീടുകൾ ചോർന്നൊലിക്കാൻ തുടങ്ങി. പലരുടെയും വീട് ഏത് നിമിഷവും നിലംപതിക്കാവുന്ന രീതിയിൽ ശോചനീയാവസ്ഥയിലാണ്. മഴ ശക്തമാകുന്നതോടെ എങ്ങനെ വീടുകളിൽ കഴിയുമെന്ന ആശങ്കയിലാണ് കുടുംബങ്ങൾ. വരുമ്പോൾ മക്കളെയും കൊണ്ട് കണ്ട വീട്ടിൽ പടിഞ്ഞാറോട്ടാടെ ഇടും പോലെ കിടക്കുകയാണ്. നമുക്ക് രാത്രി ഇടിയും മിന്നലും വരുമ്പോൾ നമുക്ക് കിടക്കാൻ കഴിയുന്നില്ല. പിള്ളേർക്കെല്ലാം പേടിയാണ് ഇതിനുള്ളിൽ കിടക്കാൻ വേണ്ടി. വീണ് പൊളിഞ്ഞും കണ്ട് ചെയ്യും. ഞങ്ങൾക്കൊന്നും വഴിയില്ല. ഫിഷറീസ് വകുപ്പും റവന്യൂ വകുപ്പും എത്രയും വേഗം പട്ടയം നൽകാനുള്ള നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് കോളനിക്കാരുടെ ഇപ്പോഴത്തെ ആവശ്യം. ലോക വയോജന ചൂഷണ ബോധവൽക്കരണ ദിനാചരണം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. സാമൂഹ്യ സുരക്ഷാ മിഷനും ജനമൈത്രി പോലീസും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് വയോമിത്രം ക്ലിനിക്കിന്റെ ഉദ്ഘാടന കർമ്മവും നടന്നു. ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസാണ് ഉദ്ഘാടനം ചെയ്തത്. നാട്ടില് ഇന്നും ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു, അല്പമെങ്കിലും വിവേകവും വിജ്ഞാനവും ഒക്കെ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ അത് ഈ വയോധികരിൽ തന്നെയാണ്. സമാധാനപൂർണമായിട്ട് സംസാരിക്കാനും സമചിത്തതയോടെ സംസാരിക്കാനും ഒക്കെ കഴിയുന്നത് നമ്മുടെ ഒരു തലമുറയാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്.
ഒരുപക്ഷെ വയോമിത്രം പരിപാടിയേക്കാൾ നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് ആവശ്യം യുവജനമിത്രം എന്ന് പറയുന്ന ഒരു പരിപാടിയായിരിക്കും. കാരണം നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്കാണ് കൗൺസിലിങ്ങിന്റെ ആവശ്യം വളരെയധികം ഉള്ളത്. നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM അബ്ദുൾ റഹ്മാൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ബിഫാത്തിമ ഇബ്രാഹിം മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൗൺസിലർമാരായ അരുൺകുമാർ, K ദിനേശ്, രവീന്ദ്ര പൂജാരി, വയോമിത്ര മെഡിക്കൽ ഓഫീസർ MN ഷംനാട്, ജനമൈത്രി പോലീസ് നോഡൽ ഓഫീസർ K ദാമോദരൻ, സുകുമാരൻ മാസ്റ്റർ, MC പോൾ, CI MP ആസാദ്, SI രഞ്ജിത്ത് രവീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന പ്രചരണ ജാഥ ജൂലൈ 9 തുടങ്ങും. സംഘാടക സമിതി രൂപീകരിച്ചു. വഴിയോര കച്ചവട തൊഴിലാളി ഫെഡറേഷൻ CITU സംസ്ഥാന പ്രചരണ ജാഥ ജൂലൈ 9 കാഞ്ഞങ്ങാട്ട് നിന്ന് തുടങ്ങും. CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം ജാഥ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി രൂപീകരണ യോഗം കാഞ്ഞങ്ങാട്ട് നടന്നു. യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി RB ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു രീതിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ കുറിച്ച്, സേവനം നടത്തുന്ന തൊഴിലാളികളെ കുറിച്ച് ഒക്കെ നാട്ടിൽ വിപുലമായ രീതിയിലുള്ള ചർച്ച നടന്നു വരുന്നു. എന്നൊരു കാര്യം എല്ലാവരും വിസ്മരിക്കുകയാണ്. ലോകത്തെമ്പാടും, അത് കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, ലോകത്തെല്ലാ രാജ്യത്തും വഴിയോര കച്ചവട മേഖല ഇല്ലാത്ത ഒരു രാജ്യം ഇന്ന് ലോകത്തില്ല. ഏറ്റവും ഒടുവിൽ സൗദി അറേബ്യയിൽ CPM ഏരിയ സെക്രട്ടറി P നാരായണൻ, U തമ്പാൻ നായർ, MR ദിനേശൻ, കാറ്റാടി കുമാരൻ, TV കരിയൻ, T കുഞ്ഞുണ്ണി, മൂലക്കണ്ടം പ്രഭാകരൻ, കൃഷ്ണൻകുട്ടമുത്ത് തുടങ്ങിയവർ സംസാരിച്ചു. വർണ്ണങ്ങളും വരകളും കൊണ്ട് വിദ്യാലയങ്ങൾക്ക് പുതിയ മുഖം പകരുകയാണ് ധനരാജ് മണിയാട്ട് എന്ന കലാകാരൻ. കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ നിരവധി വിദ്യാലയങ്ങളിൽ ഈ കലാകാരന്റെ മികവ് പ്രകടമാണ്. കുഞ്ഞു മനസ്സുകൾക്ക് നിറമുള്ള കാഴ്ചകളൊരുക്കി സ്കൂൾ ചുമരുകളിൽ ചിത്രങ്ങളുടെ വിസ്മയലോകം തീർക്കുകയാണ് മാണിയാട്ട് സ്വദേശി KV ധനരാജ്. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലായി 100ഓളം വിദ്യാലയങ്ങളിലെ ചുമരുകൾക്ക് ഈ യുവചിത്രകാരൻ നിറം പകർന്നു കഴിഞ്ഞു. പഴയ സങ്കല്പം മാറി ശിശു സൗഹൃദ വിദ്യാലയങ്ങൾ മുഖം മാറ്റി തുടങ്ങിയതോടെയാണ് ചിത്രങ്ങൾ നിറഞ്ഞ ചുമരുകൾ എന്ന ആശയം ഉയർന്നു വന്നത്. 1-2 വിദ്യാലയങ്ങളിൽ വരച്ചു കഴിഞ്ഞതോടെ ചിത്രങ്ങളുടെ മികവും കഴിവും കണ്ടറിഞ്ഞ പല വിദ്യാലയങ്ങളിൽ നിന്നും അധ്യാപകർ ഇദ്ദേഹത്തെ തേടിയെത്തുകയായിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ലളിതമായ കഥാസന്ദർഭങ്ങളാണ് ചുവരുകളിൽ വരയ്ക്കുന്നതെന്ന് ധനരാജ് പറയുന്നു. കഥാപാത്രങ്ങൾ വെച്ചിട്ടാണ് എല്ലാ സ്കൂളുകളിലും ചെയ്യുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലമായി ഈ മേഖലയിലുള്ള ധനരാജ് അറിയപ്പെടുന്ന ശില്പി കൂടിയാണ്. ക്ഷേത്രങ്ങളിലേക്കും പൂജാമുറികളിലേക്കുമായി സിമന്റിലും കല്ലിലും കൊത്തിയ ശില്പങ്ങളാണ് കൂടുതൽ ഒരുക്കുന്നത്. വീടുകളിൽ സ്വീകരണ മുറിയിലൊരുക്കുന്ന സിമന്റിലുള്ള ചുമർ ചിത്രങ്ങൾ ആരെയും അതിശയിപ്പിക്കും. ഏതു വലിപ്പത്തിലും രൂപത്തിലുമുള്ള ശില്പം ധനരാജ് അനായാസം ചെയ്യും. 2 വർഷം വിദേശത്തും ഈ മേഖലയിൽ ജോലി ചെയ്തു. ചിത്രരചനയിലും ശില്പനിർമ്മാണത്തിലും മാത്രമല്ല, നാടകാഭിനയ രംഗത്തും മികവ് കാട്ടിയിട്ടുണ്ട്. ചിത്രരചനയിലും ശില്പനിർമ്മാണത്തിലും മാത്രമല്ല, നാടകാഭിനയ രംഗത്തും മികവ് കാട്ടിയിട്ടുള്ള ഈ പ്രതിഭ 10ഓളം ഹ്രസ്വചിത്രങ്ങൾക്ക് കലാസംവിധാനവും ഒരുക്കി. കലയുടെ വ്യത്യസ്ത മേഖലയിലൂടെ പുതുമയുള്ള കാഴ്ചകളൊരുക്കിയാണ് ഈ കലാകാരന്റെ പ്രയാണം. തുളുനാട് അവാർഡുകൾ പ്രഖ്യാപിച്ചു. ജൂലൈ 10 മന്ത്രി E ചന്ദ്രശേഖരൻ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തുളുനാട് മാസിക മാനേജരും എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമായ വിനോദിനി നാലപ്പാടത്തിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ അവാർഡിന് മുൻ മന്ത്രിയും MPയുമായ PK ശ്രീമതി ടീച്ചർ അർഹയായി. അതിയാമ്പൂർ കുഞ്ഞികൃഷ്ണൻ സ്മാരക തുളുനാട് പത്രപ്രവർത്തക അവാർഡ് ദേശാഭിമാനി ബ്യൂറോ ചീഫ് MO വർഗീസിനും, രസിക ശിരോമണി കോമൻ നായർ സ്മാരക അവാർഡിന് കഥകളി നടൻ കലാമണ്ഡലം ഗോപാലകൃഷ്ണനും, വിദ്യാഭ്യാസ അവാർഡ് അഹമ്മദ് B സിറാജിനും നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാഞ്ഞങ്ങാട് CMI ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ജൂലൈ 10 മന്ത്രി E ചന്ദ്രശേഖരൻ അവാർഡുകൾ വിതരണം ചെയ്യും. വ്യത്യസ്ത മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിത്വങ്ങൾക്കും ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിക്കും. തുളുനാട് മാസികയുടെ ആഭിമുഖ്യത്തിൽ പ്രഖ്യാപിച്ച ഈ വർഷത്തെ അവാർഡുകളെക്കുറിച്ചുള്ള PK ശ്രീമതി MP ടീച്ചർ MP, നമ്മുടെ സഹപ്രവർത്തകൻ ശ്രീ MO വർഗീസ് എന്നിവർ ഉൾപ്പെടെ ഈ പറഞ്ഞ പോലെ ഏറ്റവും അറിയപ്പെടുന്നവരും അതേപോലെ തെളിയുന്നവരുമായ ആളുകൾ ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ
ഇത്തവണ പുരസ്കാരത്തിന് അർഹമായിട്ടുണ്ട്. വാസു ചോറൂഡ്, വി പ്രഭാകരൻ, പ്രകാശൻ കരിവള്ളൂർ, സുരേഷ് നീലേശ്വരം, SAS നമ്പൂതിരി എന്നിവരടങ്ങിയ ജൂറിയാണ് അവാർഡ് നിർണയം നടത്തിയത്. വാർത്താ സമ്മേളനത്തിൽ വി പ്രഭാകരൻ, പത്രാധിപർ കുമാരൻ നാലപ്പാടം, KK നായർ, സുരേഷ് നീലേശ്വരം, സുബൈദ തുടങ്ങിയവർ പങ്കെടുത്തു. ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂൾ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ആനന്ദാശ്രമം സ്വാമി മുക്താനന്ദയാണ് ഫ്ലാഗ് ഓഫ് ചടങ്ങ് നിർവഹിച്ചത്. ഇവർക്കെല്ലാമായിട്ട് നമുക്കുണ്ടായിരുന്നത് ഒരു 22 സീറ്റുള്ള ഒരു ബസ്സായിരുന്നു. നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചൊരു പുതിയ ബസ് നമുക്ക് വേണം, നമുക്കെല്ലാം സൗകര്യമായിട്ട് പോകാനായിട്ട്. എന്നാൽ ഇന്ന് ഈശ്വരൻ്റെ വലിയ അനുഗ്രഹങ്ങളും റോട്ടറി ക്ലബിൻ്റെയും റോട്ടറി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സഹകരണത്തോടു കൂടി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സഫലമായി. ആ ബസ്സിൽ നമ്മൾ ഇന്ന് മുതൽ ആ ബസ് പ്രവർത്തിക്കും. ഭിന്നശേഷിയുള്ള കുട്ടികൾ പഠനം നടത്തുന്ന ആനന്ദാശ്രമം റോട്ടറി സ്പെഷ്യൽ സ്കൂളിന്റെ ബസ് നിരത്തിലിറങ്ങി. ആനന്ദാശ്രമം സ്വാമി മുക്താനന്ദ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഡോക്ടർ KG പൈ, പ്രിൻസിപ്പാൾ ബീന സുകുമാരൻ, ഡയറക്ടർ MC ജേക്കബ്, PTA പ്രസിഡന്റ് T മുഹമ്മദ് അസ്ലം, റോട്ടറി ക്ലബ് പ്രസിഡന്റ് M വിനോദ്, H ശ്രീധർ കാമത്ത്, ദീപ നാഗരാജ് എന്നിവർ പങ്കെടുത്തു. ഇനി പുണ്യം തേടി. റമസാൻ കാലമായതോടെ മഞ്ചേശ്വരത്തും പരിസര പ്രദേശങ്ങളിലും റമസാൻ വിഭവങ്ങൾ വിപണി കീഴടക്കുകയാണ്. സമൂസ പോലുള്ള വിഭവങ്ങൾക്ക് വൻ ഡിമാൻഡാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. മഞ്ചേശ്വരത്തെ റോഡരികിൽ മാത്രം കണ്ടുവന്ന എണ്ണ പലഹാരങ്ങൾ ഇന്ന് ഹോട്ടലുകളിലും സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. തട്ടുകടകളിൽ 4 മണിക്ക് ശേഷം ഈ വക പലഹാരങ്ങൾ വാങ്ങാൻ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈന്തപ്പഴത്തിന് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ് വില. 2000 മുതൽ 5000 രൂപ വരെ വിലയുള്ള ഈന്തപ്പഴങ്ങൾ വിപണിയിലുണ്ട്. ഇവയ്ക്കൊക്കെ പുറമെ തണ്ണിമത്തനും നല്ല ഡിമാൻഡുണ്ട്. സർഗാത്മക രീതിയിൽ മുറിച്ചുവെച്ച തണ്ണിമത്തൻ കണ്ടാൽ ഏവരും ഒന്ന് നോക്കിപ്പോകും. മഴക്കാലം തുടങ്ങിയപ്പോൾ തണ്ണിമത്തൻ കച്ചവടം ഒന്ന് നിലച്ചുവെങ്കിലും ഇപ്പോൾ കച്ചവടം വീണ്ടും സജീവമായതായി കച്ചവടക്കാർ പറയുന്നു. കേരള കർണാടക അതിർത്തിയായ മഞ്ചേശ്വരത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ തട്ടുകടകളിൽ റംസാൻ മാസമായതോടെ സമൂസ പോലുള്ള പലഹാരങ്ങൾ വ്യാപകമാവുകയാണ്. സമൂസയുടെ വില ഗ്രാമപ്രദേശങ്ങളിൽ 5, 10 എന്നിങ്ങനെയാണെങ്കിൽ നഗരത്തിൽ 15 രൂപയാണ് വില ഈടാക്കുന്നത്. സമൂസയിൽ തന്നെ 2 തരങ്ങളുണ്ട്, വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും. പബ്സ്, ചിക്കൻ റോൾ, ബോണ്ട എന്നിവയും യഥേഷ്ടം വിൽപ്പന നടത്തുന്നു. റോഡരികിലെ തട്ടുകടകളിൽ ആരോഗ്യവകുപ്പ് കർശന പരിശോധന നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വൃത്തിയോടും വെടിപ്പോടും കൂടിയാണ് വിഭവങ്ങൾ ഉണ്ടാക്കുന്നത്. ഇതിൽ നല്ല നല്ല ഐറ്റംസും ഉണ്ടാക്കുന്നു. കുറേ ഓർഡറുകളുമുണ്ട്. ചിക്കൻ സമൂസ, വെജ് സമൂസ, ബീഫ് സമൂസ, അതുപോലെ ചിക്കൻ റോൾ, ബീഫ് റോൾ, പല ഐറ്റംസുകൾ റോളിൽ അതുപോലെ വെജ്. റംസാൻ ദാനധർമ്മങ്ങളുടെ കാലമാണെന്നിരിക്കെ പലയിടങ്ങളിലും മതസൗഹാർദ്ദ നോമ്പുതുറകളും നടക്കുന്ന കാഴ്ച ഏവരെയും ആനന്ദകരമാക്കുന്ന ഒന്നാണ്. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നാട്ടുപച്ചയുടെ വേരുറപ്പിച്ച് ഒരേക്കർ ഭൂമിയിൽ വനവൽക്കരണം. പിലിക്കോട് കരപ്പാത്ത് PV ജാനകിയുടെ ഭൂമിയിലാണ് പരിസ്ഥിതി കൂട്ടായ്മയായ നാട്ടുപച്ചയുടെ പ്രവർത്തകർ 250ഓളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചത്. മരം വളരണം, ജലം വരളരുത്, ജീവൻ വലയരുത് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ പരിസ്ഥിതി പ്രവർത്തകൻ രാമകൃഷ്ണൻ വാണിയമ്പാറയുടെ ആഭിമുഖ്യത്തിലാണ് രാവണീശ്വരത്തെയും വാണിയമ്പാറയിലെയും പരിസ്ഥിതി സാമൂഹിക പ്രവർത്തകർ ചേർന്ന് നാട്ടുപച്ച എന്ന പരിസ്ഥിതി കൂട്ടായ്മയ്ക്ക് രൂപം നൽകുന്നത്. അനുയോജ്യമായ സ്ഥലങ്ങളിൽ ആവശ്യമുള്ളത്ര മരത്തൈകൾ നട്ടുനനച്ച് സംരക്ഷിക്കുക എന്നതാണ് കൂട്ടായ്മയുടെ പ്രധാന ലക്ഷ്യം. അങ്ങനെയാണ് നാട്ടുപച്ച രാവണേശ്വരത്തു നിന്നും പിലിക്കോട് എത്തിയത്. പിലിക്കോട് കരപ്പാത്ത് PV ജാനകി അമ്മയുടെ കോട്ടമ്മലിലെ ഒരേക്കർ ഭൂമി പൂർണ്ണമായും വനവൽക്കരിക്കണമെന്നാണ് ജാനകി അമ്മയുടെ ആഗ്രഹം. ഇതറിഞ്ഞ പ്രവർത്തകർ അടുത്ത ദിവസം തന്നെ ജാനകി അമ്മയുടെ വീട്ടിലെത്തി. തുടർന്ന് ഒരേക്കർ ഭൂമിയിൽ 250ഓളം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. വനവൽക്കരണ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ജില്ലാ പരിസ്ഥിതി സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV രാജേന്ദ്രൻ. ചടങ്ങിന് സാമൂഹിക നാടക പ്രവർത്തകൻ ഗംഗൻ IT ആശംസകൾ നേർന്നു. നാട്ടുപച്ച പ്രവർത്തകർ A പ്രകാശൻ അധ്യക്ഷനായിരുന്നു. പ്രവർത്തനങ്ങൾക്ക് രാമകൃഷ്ണൻ വാണിയമ്പാറ, ഹരീഷ് വാണിയമ്പാറ, അഖിലേഷ് അള്ളങ്കോട്ട്, അജേഷ് പുതിയപുരയിൽ, വിനീത്, ഷാജു, അശ്വൻ
എ പ്രകാശൻ, എ രാഹുൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജാനകി അമ്മയോടൊപ്പം മക്കളും നാട്ടുകാരും ചടങ്ങിൽ സന്നിധരായി. വൃക്ഷത്തൈകൾ നടുക, സംരക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകുക എന്നതാണ് നാട്ടുപച്ചയുടെ പ്രവർത്തന ലക്ഷ്യം. നിങ്ങൾക്കും ആവശ്യമാണെങ്കിൽ നാട്ടുപച്ചയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമീപിക്കാം. കൂട്ടിൽ നിന്ന് കോഴികൾ നഷ്ടപ്പെടുന്നതിന്റെ ആശങ്കയിലായിരുന്നു ചെറുവത്തൂർ കൊവ്വലിലെ സുധീറും കുടുംബവും. 2 ദിവസങ്ങൾക്ക് ശേഷം കള്ളനെ പിടികൂടി. കള്ളനെ കണ്ട വീട്ടുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചു. തിങ്കളാഴ്ച രാവിലെയോടെയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി കോഴിക്കള്ളൻ പിടിയിലായത്. മനുഷ്യരോ കുറുക്കനോ കീരിയുമല്ല കോഴിക്കൂട്ടിൽ പതുങ്ങിയിരുന്ന കള്ളൻ. ഒരു പെരുമ്പാമ്പായിരുന്നു. കൂട്ടിനുള്ളിലുണ്ടായിരുന്ന 2 കോഴികളെയും അകത്താക്കി വിശ്രമത്തിലായിരുന്നു കക്ഷി. കഴിഞ്ഞ ദിവസങ്ങളിലേതുപോലെ കോഴിയെയും അകത്താക്കി രക്ഷപ്പെടാമെന്ന് കരുതിയതാണ്. പക്ഷേ പെട്ടുപോയി. വീട്ടുമുറ്റത്ത് മരപ്പലകകൾ കൊണ്ട് തയ്യാറാക്കിയ കൂട്ടിലായിരുന്നു സുധീർ കോഴികളെ വളർത്തിയിരുന്നത്. കൂടിൻ്റെ വാതിലടച്ചിരുന്നുവെങ്കിലും പലകകളുടെ വിടവുകൾ കൂടിയാണ് പെരുമ്പാമ്പ് അകത്തു കടന്നിരുന്നത്. കോഴിക്കളനെ കൈയോടെ പിടികൂടിയെങ്കിലും അതിന് എന്തു ചെയ്യുമെന്നായി വീട്ടുകാരുടെ ആശങ്ക. ഒടുവിൽ വനംവകുപ്പ് അധികൃതരെ വിവരമറിയിക്കാൻ തീരുമാനമായി. ഉദ്യോഗസ്ഥരെത്തി പാമ്പിനെ പിടികൂടി ചാക്കിലാക്കി കൊണ്ടുപോയി. കള്ളൻ പിടിയിലായതോടെ ഇനി കോഴികളെ കൂട്ടിലടച്ച് സമാധാനത്തോടെ കിടന്നുറങ്ങാമെന്ന ആശ്വാസത്തിലാണ് സുധീറും വീട്ടുകാരും. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. പിലിക്കോട് പടുവളത്ത് കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാനായി പരിസ്ഥിതി സൗഹൃദ പാർക്ക്. വഴിയോരങ്ങളിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് ശ്രദ്ധേയനായ പടോളി രവിയുടെ നേതൃത്വത്തിലാണ് പാർക്ക് ഒരുക്കിയിരിക്കുന്നത്. മരങ്ങൾ നട്ട് അവയെ പരിപാലിച്ച് വളർത്തി പടുവളത്തെ ഹരിതാപമാക്കിയ രവിയുടെ മനസ്സിലെ ചിന്തയാണ് സമൂഹത്തിലെ നല്ല മനസ്സുകളുടെ സഹായത്തോടെ പരിസ്ഥിതി സൗഹൃദ പാർക്കായി രൂപപ്പെട്ടിരിക്കുന്നത്. പടുവളം CRC ലൈബ്രറിയുടെ സമീപം രവി മാവും മഹാഗണിയുമെല്ലാം നട്ടുപിടിപ്പിച്ചിരുന്നു. തൈകളെല്ലാം നല്ല മരങ്ങളായി വളർന്നു. പണ്ട് പ്രദേശത്തുള്ള കുട്ടികളുടെയെല്ലാം കളിസ്ഥലമായിരുന്നു ഇവിടം. വരും തലമുറ പ്രകൃതിയുടെ പച്ചപ്പ് തൊട്ട് വളരണമെന്ന ചിന്തയിലാണ് മരങ്ങൾക്കിടയിൽ ഇരിപ്പിടങ്ങളും കളി ഉപകരണങ്ങളും ഒരുക്കാൻ തീരുമാനിച്ചത്. നല്ല ആശയത്തെ എല്ലാവരും ഇരു കൈയും നീട്ടി സ്വീകരിച്ചു. വ്യക്തികളും സംഘടനകളും സഹകരണ ബാങ്കുകളും വരെ സാമ്പത്തികമായി സഹായിച്ചു. അങ്ങനെ പടുവളത്തിൽ പരിസ്ഥിതി സൗഹൃദ പാർക്ക് ഒരുങ്ങി. കുട്ടികൾ കൂട്ടമായി ഇപ്പോൾ ഇവിടെ കളിച്ചുല്ലസിക്കുന്നു. ഇനി വായനയ്ക്കുള്ള ഇടമാക്കി ഇതിനെ മാറ്റിയെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇതിനുവേണ്ടി പ്രയത്നിച്ചവർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കല്ലിങ്കാൽ ഗവൺമെന്റ് LP സ്കൂൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി. വിവിധ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. കല്ലിങ്കാൽ ഗവൺമെന്റ് LP സ്കൂളിലെ കുട്ടികൾക്ക് കുടയും ബാഗും കൈമാറി. പൊയ്യക്കര യുവതാര ക്ലബ്ബ്, അജാനൂർ അർബൻ ബാങ്ക് തുടങ്ങിയ സ്ഥാപനങ്ങളാണ് കുടയും ബാഗും സ്പോൺസർ ചെയ്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ഗംഗാധരൻ പഠനോപകരണങ്ങൾ കൈമാറുകയുണ്ടായി. ഹെഡ്മിസ്ട്രസ് A. ലളിതാകുമാരി അധ്യക്ഷയായി. ബാങ്ക് പ്രസിഡന്റ് P. കമ്മാരൻ, VM ജയദേവൻ, TV ശ്രീധരൻ, PTA പ്രസിഡന്റ് മധു കൊളവേർ തുടങ്ങിയവർ പങ്കെടുത്തു. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. ചന്ദ്രഗിരി KSTB റോഡിൽ മണ്ണിടിഞ്ഞു. നിരവധി വീടുകൾ അപകടാവസ്ഥയിൽ. BJP കുടുംബ പ്രശ്നത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും CPM. ദേലമ്പാടിയിലെ സംഭവം കുടുംബ വഴക്ക് മാത്രമാണെന്നും CPM. മുട്ടത്തൊടി സർവീസ് സഹകരണ ബാങ്കിലെ മുക്കുപണ്ട പണയ തട്ടിപ്പ്. പ്രതി മുളിയാർ ബാങ്കിലും തട്ടിപ്പ് നടത്തി. അന്വേഷണം തുടരുന്നു. NH അൻവറിന്റെ ഓർമ്മയിൽ കണ്ണൂരിലെ കേബിൾ ഓപ്പറേറ്റർമാർ. കേബിൾ മേഖലയെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ആളാണ് NH അൻവർ എന്ന് CPM സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ. കരവിരുതിൽ വിസ്മയം തീർത്ത് ധനരാജ്. സ്കൂൾ ചുമരിന് അഴകിന്റെ പുതിയ മുഖം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.